എടാ ആന ചവിട്ടി കൊല്ലണ്ടെന്നെ. ഇവിടെ അനക്കൊന്ന് വിളിച്ചാ ഫോൺ എടുത്തൂടെ? പിന്നെ ആകെ 2 ആഴ്ചക്കാലത്തെ പരിചയം നമ്മളെ മുന്നിലുള്ളൂ. എന്നിട്ട് ഈ കഷ്ടപ്പാടും കണ്ണീരും പറഞ്ഞപ്പോ 10-20,000 രൂപ ഞാൻ തമ്മിൽ എനിക്ക് ഇപ്പോഴത്തെ കാലത്തൊന്നും ഒരു ഉപകാരം ചെയ്തൂടാ. ഇന്ന് മുണ്ടാത്തേ മനഃപൂർവ്വമല്ല, ഭാര്യയുടെ ഉമ്മ മരിച്ചു. ഞങ്ങൾക്ക് തരാൻ വേണ്ടി വെച്ചിരുന്ന പൈസ എടുത്തിട്ടാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അവർക്ക് പിന്നെ ആൺകുട്ടികളൊന്നും ഇല്ലേ, ഞാൻ തന്നെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഒരു കണക്കിന് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടന്ന് ഒഴിവായി. പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കായിരുന്നു മനഃപൂർവ്വമല്ല. എന്ത് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഒരു അവധി വയ്ക്കും. അതുകൊണ്ടാ ഇതൊക്കെ പറയണ്ടേ? നമുക്ക് ഫോൺ എടുത്ത് പറഞ്ഞാലെന്താ? നമ്മൾക്ക് മനുഷ്യന്മാരല്ലേ. എന്തിനാ നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറെ ദിവസമായിക്കണേ ഏട്ടത്തലയിനൊരു ആഗ്രഹം പറക്കൽ തുടങ്ങിയിട്ടേ. ഞാനാണ് ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് മൈൻഡ് ചെയ്തിരുന്നില്ല. കയ്യിൽ പൈസ കിട്ടിയപ്പോ ഒരു ഏട്ടത്തല കടത്തുനിന്ന് വിളിച്ചു കൊടുത്ത്. പ്രായമുള്ള ആൾക്കാരല്ലേ, അപ്പൊ കൂട്ടി ചോറ് വെച്ചോണ്ടിരിക്കുന്നു. പെട്ടെന്ന് അതിന്റെ മുള്ളിൽ എന്താ കുടുങ്ങി. വരിക്കാൻ ഓരോ കാരണങ്ങളെ. സാറില്ല, ഇതാലോചിച്ചിട്ട് പ്രശ്നം ഉണ്ടാ കേട്ടാ. നാളെ 7 കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല. തരട്ടാ ആവുന്നില്ല. എന്താ പറ്റിയേ? ഒന്നില്ലടോ, ഞാൻ വരുന്ന വഴിയിലെ ബഷീറിനെ കണ്ടിരുന്നു. എന്നിട്ട് എന്തായി? പൈസ കിട്ടിയോ? പൈസ ഒന്നും കിട്ടിയില്ല. ഞാൻ വന്ന പാടന്നെ കുറെ ചീറ്റൊക്കെ പറഞ്ഞു. പക്ഷെ അവന്റെ അമ്മായിമ്മൊക്കെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എടുത്തിയാട്ടം കൂടുതലാ. ഇനിയിപ്പോ നാളെ 7 പറഞ്ഞത്. ആരോടും പറയില്ല അത്ര. നിങ്ങൾ അവരെ വീട്ടിലൊന്ന് പൊക്കോളെ, പിന്നെ പോകുമ്പോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചോളെ. ബഷീറിന്റെ ഭാര്യ വീട് അതന്നെ മോനെ, ബാ കേറി ഇരിക്കേ. മാനേജ് ഇവിടെ ഇരുന്നോ? ഞാൻ വരുന്നു. എന്റെ ബഷീർ ബഷീർ പുറത്തേക്ക് പോയി. നിങ്ങള് ബഷീറിന്റെ അമ്മാവൂലേ? ഞാൻ ബഷീറിന്റെ അമ്മായിമ്മേ. മരിച്ചെന്ന് പറഞ്ഞേ? മരിച്ചത് ഞാൻ തന്നെ. ഞാൻ അടിക്കടിക്ക് ഇങ്ങനെ മരിക്കും. എന്തെങ്കിലും ഈ പറഞ്ഞതൊക്കെ മനസ്സിലാവില്ല. കല്യാണത്തിന്റെ മുന്നേ ഓന്റെ ഉമ്മനെ കൊന്നായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം എന്നെ കൊല്ലുന്നു. ഒരു ഗതികെട്ട ഫാമിലിയാന്ന് തോന്നണം. ഞാൻ മരിച്ചേക്കാ വിഷമാണ് ഇജ്ജ് തിരിച്ചു കൊണ്ടുപോകുമ്പോ. ഇത് ഇവിടെ ഇരുന്നോട്ടെ. എന്താണ്ടെന്ന് എല്ലൊക്കെ ഉണങ്ങിയിട്ടില്ലേ? അതങ്ങനെ കുറച്ചിട്ട് പോയി കഴിഞ്ഞാലേ അവിടെ റേറ്റ് തിരിഞ്ഞ് എത്തില്ല. അല്ല ടിന്നും പഴക്കമിട്ടൊക്കെ പോയിരുന്നല്ലോ, എങ്ങോട്ട് പോയതാ? ആമേ, ഞാൻ ബഷീറിനോട് പോയതന്നെ. എന്താണ് ഓനിട്ടല്ലേ ഇടപാടുണ്ടാ? ഒന്നും പറയണ്ട, 10-20 രൂപ കിട്ടും. അല്ല അമ്മായിമ്മ മരിച്ചെന്നല്ലോ അവൻ പറഞ്ഞത്. ആ സ്ഥിരം സാധനം തന്നെ കേട്ടാ. ഞാനും എന്റെ കൂട്ടുകാരനായിരുന്നു. ഇന്നൊരു 3 പ്രാവശ്യം കൊന്നപ്പോ ഞാനാ പരിപാടി നിർത്തി. ഇനി ആരെയും കൊല്ലൂല. ഇനി മരിക്കണ ഓനാവും. ആ ഇവിടെ ആരെങ്കിലും പ്രസവിച്ചെടുക്കണ്ട? എന്റെ കൂട്ടുകാരൻ വന്നേന്ന്. അത് വർക്കായി. അത് ശരി, വലിയൊരു എന്തെങ്കിലും കൂടെ ഞങ്ങളുടെ മേടിച്ചേക്കല വഷളത്തരം. ഒരു വർഷത്തരം. ഞാനും എന്റെ മകളും കൂടിയിട്ട് തൊഴിലുറപ്പിന് പോയിട്ടല്ലേ ഇജ്ജ് ഇവിടെ ഈ കോളത്തിലേന് ജീവിക്കുന്നത്. എന്റെ ഗതികേടോണ്ട് ഞാനൊരു നുണ പറഞ്ഞ് മേടിച്ചതാണ്. ഇദ്ദേഹം തരൂല. ഇജ്ജ് എന്ത് പറഞ്ഞാലും ശരി, ഇതൊന്നേ ഞാൻ ഓന്റെ തല്ലൂട്ടിട്ട് മേടിച്ച ഒരു പായ ഞാൻ ഇതൊന്ന് ഇട്ടേ. സ്വഭാവം വെറുതെ മാറാൻ മാറുന്നുണ്ട്. അതെ 3 മണിക്കൂറുണ്ടല്ലോ, കാണുന്നെങ്കിൽ 2 കിലോ പഴം മേടിപ്പിച്ചോളൂ. ആട്ടാ, എന്റെ അഭിമാന പ്രശ്നം. അഭിമാനം തള്ളേ. ബിസ്ക്കറ്റ് ഒന്നും കട്ടിട്ടില്ലല്ലോ? ഞാനൊന്നും കട്ടിട്ടില്ല. എന്ത് ബഷീറൊന്നും മരിക്കണ്ടായിരുന്ന? കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. പകുതി പൈസ അല്ലേ തരണുള്ളൂ. ഞാൻ ഇത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കും. അതിന് ചൂടാവണ്ടോ, പൈസ കൊണ്ടേക്കണോ? എന്നാ പിന്നീട് തന്നൂടെ, വെറുതെ ആളെ കളിയാക്കാൻ നിൽക്കണം. മക്കളെ എങ്ങനെയുണ്ടാ പ്രാവശ്യത്തെ കൃഷ്ണൻ? അടിപൊളിയല്ലേ?
അല്ല ഉണ്ണേ ഈ ഇവിടെ വെച്ച് പൊട്ടിക്കല ഞാൻ ഷർട്ട് ഇടാതെ ഇരിക്കണേ. ഞാൻ അത് പൊട്ടിക്കണമെന്നില്ല, ഞാൻ അത് ട്രയലൊക്കെ അല്ലേ. നാസറേ ഓട നായി ഓടുന്നു. ജണ പിടക്കം പഠിച്ചല്ലേ പൊട്ടാത്ത എന്തേടാ അന്നോടൊരു ക്രിസ്ത്യന്റെ വേഷം കെട്ടാൻ വേണ്ടി പറഞ്ഞേ. ആടുന്നു കഴിഞ്ഞ പ്രാവശ്യം കളിയാണ്ട പൈസ മുങ്ങിട്ട് അന്നെ പള്ള കളിയാണ്ട് അത് നോക്കണ്ട, ഇന്നക്ക് ക്രിസ്ത്യനൊക്കെ എന്നുണ്ടെങ്കിൽ വൻ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു നാസറ. ഞാൻ ഒരു സാധനം കൊടുത്തല്ലേ. എന്ത് ബെനിഫിറ്റ്? കണി വെള്ളരി. ആടുന്നു കൃഷ്ണന്റെ വേഷം ഏതായാലും എനിക്ക് തന്നില്ല, ഞാൻ ഈ പിടക്കേലൊന്ന് പൊട്ടിക്കട്ടെ. ഓടിക്കോ. എടാ കൃഷ്ണ ഇന്നോ തല്ലിയടാ. അല്ല തല്ലിയാ പോലെ കൊല്ലണോ അല്ല സ്വഭാവം വെച്ചിട്ട്. ഓനക്ക് 1.5 കൊടുത്തിട്ടുള്ളൂ, ബാക്കി കൂടെ കൊടുത്താൽ 1.1. ഓൻ ഞാനും മരിപ്പിക്കാൻ തോന്നുന്നു ചേട്ടാ.